ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ഇത് എനിക്കുള്ള പണിയാണ്. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? ആരാധകരെ കണ്ട നന്ദു ചേട്ടനല്ലേ? നന്ദു പൊതുവാൾ. പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളി അറിയാലോ, വാതർന്ന വെച്ചിങ്ങനെ തുടങ്ങി അന്റാർട്ടിക്കയിലേ അവൻ തീർക്കത്തുള്ളൂ. കൈ കൊടുത്തിട്ടെ പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. നമ്മളെ പോലെ മനുഷ്യനല്ലേ സാറ്? ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ ഈ റേഞ്ചിലാണ് അടിയെങ്കിൽ മച്ചു സെബാസ്റ്റ്യൻ സീൻ ഷൂസ് ഇട്ട് ഫോട്ടോയും അതിലേക്ക് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട് ഞാൻ ഇന്ന് ജയിലിലാണ്. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഏതോ ഒരു ഊളൻ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. അയ്യോ പൊന്നു മോനെ, ഭ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഞാൻ ശവത്തെ കുത്താറില്ല. ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാള് പിന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളി തട്ടിയിട്ട് പോവുകയാണ്. ഇതാണോ ജനാധിപത്യം? ആറാട്ടെണ്ണം ചെന്നപ്പോ തൊട്ടിട്ട് മിണ്ടാതെ പോയിരുത്തൻ അവൻ ഏതാണെന്ന് ചോദിച്ചു കാണും. അപ്പഴാ സാബുമോൻ ഇരുന്ന് പറയുക, നന്ദു കർണടിച്ചു പൊട്ടിച്ചേരെന്ന്. എന്നാ കാണാതെ നന്ദുവിന്റെ കരിയറിൽ ഇതുപോലൊരു സംഭവം നടക്കത്തില്ല. നന്ദു ഏറിന്ന് ഇറങ്ങത്തില്ല. നമ്മൊരു ലൈവ് കിട്ടിയ ഞാൻ സാറിന്റെ കാര്യത്തിൽ തീരുമാനം ഔട്ടാ. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് നശിപ്പിച്ചോളി. ഈ തൂറി എറിയും. ഈ വെടികൊണ്ട മണ്ണതിന്റെ നിഘണ്ടുവില് ഈ പേടിപ്പിക്കലില്ല. ചെല്ലുക, അങ്ങനെ പണി തീർക്കുക, അത്രേ ഉള്ളൂ.